ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നും ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്താണെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹ്യൂമൻ ഇൻ്റലിജൻസും അത് നമ്മുടെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ഇന്ന് ഇവിടെ മനസ്സിലാക്കാം. അച്ഛാ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മൾ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞുവല്ലോ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു? ഗുണകരമായി മാത്രമാണോ അതോ നെഗറ്റീവായിട്ടും അത് ബാധിക്കുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്റിക്വ എറ്റ് നൊവ എന്ന പ്രബോധനം അതിൻ്റെ 3-ാം ഭാഗത്ത് വളരെ വിശദമായി മനുഷ്യ സമൂഹത്തെ എങ്ങനെ ഇത് ബാധിക്കും എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടിത് പറയുക ഇതിൻ്റെ ധാരാളം നന്മകളെക്കുറിച്ചാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ നിരന്തരമായ വളർച്ചയ്ക്ക് നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്കുള്ള കുതിച്ചു ചാട്ടത്തിനിടയിൽ AI വലിയ ശക്തമായ ഒരു ഉപകരണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്, ഞാനത് പിന്നീട് ഒരിക്കൽ കൂടി വിശദീകരിക്കും. AI ഒരു ഉപകരണമാണ് എന്നാണ് പറയുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഒരുപാട് തരത്തിലുള്ള നന്മയുടെ മേഖലകളിലേക്ക് വളരെ പ്രത്യേകമായിട്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്താൻ, മനുഷ്യൻ്റെ ദൈനംദിനമുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ മെച്ചപ്പെടുത്തുവാൻ, ശാസ്ത്രരംഗത്തെ ഇതര കുതിച്ചുചാട്ടങ്ങൾക്കൊക്കെയും AI സഹായകരമാവും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സഹായം ആവശ്യമുള്ളവരെ തിരിച്ചറിയാനും വിവേചനത്തെയും പാർശ്വവൽക്കരണത്തെയും ചെറുക്കാനും ഇതര സംഘടനകളെ സഹായിക്കുവാനായിട്ട് AIക്ക് സാധിക്കുമെന്നാണ് നമ്മൾ ഈ ഡോക്യുമെൻ്റ് പറയുന്നത്. ഒരുപക്ഷെ ഇത് മറ്റാരും സ്പർശിക്കാത്ത ഒരു മേഖലയായിരിക്കും. മനുഷ്യ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള വിവേചനങ്ങളെ തിരിച്ചറിയുവാനുള്ള സാധ്യതകൾ AIക്കുണ്ട് എന്നാണ് പറയുന്നത്. വിവേചനങ്ങളെ പറ്റി അച്ഛൻ സൂചിപ്പിച്ചല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ പ്രാവർത്തികമാകാൻ തുടങ്ങുന്നതോറും കൂടുതൽ അസമത്വങ്ങൾക്ക് ഇപ്പോൾ തന്നെ രാജ്യങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലും ഒക്കെ കൂടുതൽ അസമത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ടെക്നോളജി സപ്പോർട്ട് കൂടി വന്നു ചേരുമ്പോൾ ഈ അസമത്വങ്ങൾ വർദ്ധിക്കുമോ അതോ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധ്യതയുണ്ടോ? അത് AI നാം എങ്ങനെ ഉപയോഗിക്കും എന്നതിനെ ആധാരമാക്കിയാണ് വിലയിരുത്തപ്പെടേണ്ടത്. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിലവിലുള്ള അസമത്വങ്ങൾ ഒരുപക്ഷെ AI ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലാണെങ്കിൽ പെരുകുവാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആധുനിക ലോകത്ത് ധാരാളം അസമത്വങ്ങൾ പെരുകുന്നുണ്ട്. വ്യക്തികൾ തമ്മിൽ, സമൂഹം തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസമത്വം ഇന്ന് വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ വർദ്ധിച്ചു വരുന്ന അസമത്വം ഒരു പരിധിവരെയും AIയുടെ ഉപയോഗത്തിൽ ഇരട്ടിയാകുവാനുള്ള സാധ്യതകളും നമ്മുടെ ഈ ഡോക്യുമെൻ്റ് അന്റിക്വ എറ്റ് നൊവ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AI ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക തലത്തിലുള്ള ഉച്ച നീചത്വങ്ങൾ വർദ്ധിക്കുന്നിടത്ത് AI ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള അസമത്വങ്ങൾ ചെറുക്കുവാനായിട്ട് നാം തയ്യാറാകണമെന്നും ഈ പ്രബോധനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഇതിലുപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ഒരുപക്ഷെ നമ്മളിതിനു മുമ്പ് അത് കേട്ടിട്ടുണ്ടാവില്ല. അത് ഡിജിറ്റൽ വിടവ്. ഒരുപക്ഷെ ഈ ഒരു പദം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഡിജിറ്റൽ വിടവ് എന്നൊരു പ്രയോഗം ഈ അന്റിക്വ എറ്റ് നൊവ എന്ന പ്രബോധനം നടത്തുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുക ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നാം വരുത്തുന്ന ഒരു തരത്തിലുള്ള അസമത്വമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. ചിലരുടെ കയ്യിൽ ഉള്ള മൊബൈലിന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെയുള്ള വിലയേറിയ മൊബൈലുകളായിരിക്കാം.
മറ്റു ചിലരുടെ കയ്യിലുള്ളത് കേവലം 5000 അല്ലെങ്കിൽ 10000 രൂപ വരെയുള്ള മൊബൈലുകളായിരിക്കാം. ഈ മൊബൈലുകൾ രണ്ടും മൊബൈലാണ്, എന്നാൽ അതിൻ്റെ ഉപയോഗവും അതുപയോഗിക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന രീതികളും വ്യത്യസ്തമായിരിക്കാം. ഇത് തന്നെ അസമത്വത്തിന് കാരണമാകുന്ന ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ ലോകത്ത് പെരുകുവാനുള്ള സാധ്യത ഏറിയിരിക്കുന്നു എന്നാണ് ഈ പ്രബോധനം വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അച്ഛാ, ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അസമത്വങ്ങൾ പെരുകുന്നു, അതല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് അച്ഛൻ സൂചിപ്പിക്കേണ്ടായി. സഭയുടെ പ്രാമുഖ്യം സഭ ആൻറ്റിക്ക എറ്റ് നോവയിലൂടെ ഉദ്ദേശിക്കുന്നതും മനുഷ്യൻ്റെ അന്തസ്സ് അത് നിലനിർത്തണമെന്ന് തന്നെയാണ് സഭയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ പൊതു നന്മയെ വർദ്ധിപ്പിക്കുന്നതിലും സഭയ്ക്ക് അധികം താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അസമത്വം വർധനവ് ഇതിനെ രണ്ടിനെയും എങ്ങനെ ബാധിക്കുമെന്നൊന്ന് വിശദീകരിക്കാമോ? സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യവും കത്തോലിക്കാ സഭയുടെ പരമ്പരാഗതമായ പ്രബോധനങ്ങളിലുള്ള കാര്യത്തെ ഈ പ്രബോധനം അടിവരയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ സവിശേഷമായിട്ട് ഈ പ്രബോധനത്തിൽ. ഒന്ന്, മനുഷ്യാന്തസ്സിന് ഹാനി വരാത്തക്ക രീതിയിൽ വേണം AI ഉപയോഗിക്കുവാൻ. മനുഷ്യൻ്റെ അന്തസ്സിന് ഹനിക്കുന്ന രീതിയിൽ AI ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ധാർമ്മിക വിരുദ്ധമാണ്, അധാർമികമാണ് എന്ന് ഈ പ്രബോധനം പഠിപ്പിക്കുന്നു. രണ്ട്, AI ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു മാനദണ്ഡം പൊതു നന്മ, കോമൺ ഗുഡ് ആയിരിക്കണം. കത്തോലിക്കാ സഭയുടെ സോഷ്യൽ ടീച്ചിങ്സിൽ, സാമൂഹിക പ്രബോധനങ്ങളിൽ വളരെ കാര്യമായി ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് പൊതുനന്മ. AI ഉപയോഗം പൊതുനന്മയ്ക്കായി നാം ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ പൊതുനന്മ മനുഷ്യകുലത്തിന് മുഴുവനും സാധ്യതയുള്ള ഒന്നായി മാറുന്നു. ഇതാണ് ഇതിൻ്റെ നന്മയുടെ ഒരുപാട് തലങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ AI പരിമിതികളും. മനുഷ്യകുലത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചാണ് സഭ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ആൻറ്റിക്ക എറ്റ് നോവ നമ്മോട് സംസാരിച്ചത്. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ മനുഷ്യനെ സഹായകരമാകുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് സപ്പോർട്ട് നൽകുകയാണെങ്കിൽ നമ്മളങ്ങനെ പുരോഗതി മുന്നോട്ട് പോകും തോറും സാങ്കേതിക വിദ്യയിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് കൂടുതൽ നന്മയുണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം അവിടെ ജനിക്കുന്നുണ്ട്. അച്ഛൻ എന്താണ് അതിനെ പറ്റി സൂചിപ്പിക്കാനുള്ളത്? അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. കാരണം ടെക്നോക്രാറ്റിക് പാരഡൈം, സാങ്കേതിക വിദ്യയുടെ മാതൃക എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. സാങ്കേതികവിദ്യ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഈ സാങ്കേതികവിദ്യയെ പൂർണ്ണമായി നാം ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മളതിന് അടിമയായി മാറുന്നു. സാങ്കേതികവിദ്യയ്ക്ക്, ടെക്നോളജിക്ക് മനുഷ്യൻ്റെ അടിമയായി മാറുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചതുപോലെ, ഒരുപക്ഷെ അതിൽ അവസാനം നമ്മൾ അവിടെയായിരിക്കും നിർത്തിയത്, AI ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, നിർമ്മിതിയാണ് AI എന്ന് പറയുന്നത്. ഞാൻ നിർമ്മിച്ചതിൻ്റെ അടിമയായി ഞാൻ തന്നെ മാറുന്ന ദുരന്തമാണ് ഞാൻ AIക്ക് അടിമയായി തീരുമ്പോൾ ഉണ്ടാകാവുന്ന ദുരന്തം. AI മാത്രമല്ല, ഏതു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും നമ്മെ അടിമയാക്കി കഴിഞ്ഞാൽ നാം അതിന് അടിമയായി മാറുന്ന ഒരു വലിയ പ്രക്രിയ ഉണ്ടായി വരും. അപ്പോൾ സാങ്കേതിക വിദ്യയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഉപയോഗത്തെ നമ്മൾ വിവേചനപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ കൂടി സഭ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനുഷ്യ വ്യക്തിക്ക് അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിക്ക് ഏച്ഛയ്ക്ക് മാത്രം സാധ്യമായ രണ്ട് കാര്യങ്ങളുണ്ട്. അത് അവൻ്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യബോധവുമാണ്. സ്വയംഭരണവും സ്വാതന്ത്ര്യബോധവും മനുഷ്യവ്യക്തിക്ക് മാത്രം സാധ്യമായ രണ്ട് ഘടകങ്ങളാണ്. AIക്ക് അസാധ്യമായതും മനുഷ്യന് സാധ്യമായതുമായ ഈ സ്വാതന്ത്ര്യബോധവും സ്വയംഭരണവും ഇച്ഛാശക്തിയുമാണ് അവൻ്റെ തീരുമാനങ്ങളെ മുമ്പോട്ട് നയിക്കേണ്ടത്. അച്ഛനിവിടെ സ്വതന്ത്ര ഇച്ഛാശക്തിയെ പറ്റി ഒന്ന് സൂചിപ്പിച്ചല്ലോ. നമ്മുടെ ഓഡിയൻസിൽ നിന്ന് നമുക്കൊരു ചോദ്യം ഇതിനോട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എൻ്റെ ചോദ്യം ഇതാണ്: ടെക്നോളജി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പരിധിവരെ AI സാധ്യതകൾ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ യുവജനങ്ങൾ.
പക്ഷെ പലപ്പോഴും ഫ്രീ വിൽ അഥവാ സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ തീരുമാനങ്ങൾ എടുത്തു പോകുന്നതിൽ ഞങ്ങൾ തോറ്റുപോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുക? നല്ല ചോദ്യം. ഒരുപക്ഷെ നമ്മുടെ യുവജനങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യമായിരിക്കാം ഈ ചോദ്യത്തിലൂടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. AI ഉപയോഗിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. എന്നിരുന്നാലും AI ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ആന്റിക്വ എറ്റ് നൊവ കൃത്യമായി പറയുന്നുണ്ട്. അതൊന്ന് വിവേചനമാണ്. AI അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം അപകടത്തിൽ പോയി ചാടിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഇത് വിവേചനപൂർവ്വം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത് ഉത്തരവാദിത്ത ബോധമാണ്. നമുക്ക് ഇത് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഉദാഹരണം, പഠിക്കുന്ന കുട്ടിക്ക് ഈ AI ഉപയോഗിച്ച് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാം. അതേസമയം തന്നെ ഈ അറിവ് അവൻ്റെ പഠന രംഗത്ത് അല്ലെങ്കിൽ അവളുടെ പഠന രംഗത്ത് ഒരു പരിധിവരെയും ദുരുപയോഗിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ സാധാരണ പരീക്ഷയ്ക്കൊക്കെ പറയാറുള്ള കോപ്പിയടി എന്ന് പറയാറുണ്ടല്ലോ. നോക്കി എഴുതുന്നതിനാണ് നമ്മൾ കോപ്പിയടി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട്, സ്വതന്ത്രമായ വിശകലനങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സംഭവം AI സഹായത്താൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് കോപ്പിയടിക്ക് തുല്യമാണ്. അവിടെയാണ് ഉത്തരവാദിത്വപൂർവമായ വിനിയോഗം എന്ന പ്രയോഗം ഈ ടെക്സ്റ്റ്, ഈ ഡോക്യുമെൻ്റ് നടത്തുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യ എന്തെല്ലാം ഗുണഗണങ്ങൾ നമുക്ക് തന്നാലും മനുഷ്യ മനസ്സിൻ്റെ ഒരു നിയന്ത്രണം അതിന്മേൽ ഉണ്ടാകേണ്ടത്, അതാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്, ഒരു റെസ്പോൺസിബിൾ ഉപയോഗം. അതല്ലേ അച്ഛൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഉത്തരവാദിത്വപൂർവമായി ഉപയോഗിക്കുമ്പോൾ മാത്രമേ സാങ്കേതിക വിദ്യ നമുക്ക് ഫലപ്രദമായ ഒന്നായി മാറുകയുള്ളൂ. ഈ ഡോക്യുമെന്റ് പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനം വ്യക്തിയുടെ സ്വയംഭരണം ഉൾപ്പെടെ എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും മറ്റുള്ളവരുടെ സേവനത്തിൽ ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും തിരിച്ചറിയുന്നതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. AI ഉപയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ദാനമാണ്. ഈ ദാനം നാം ഉപയോഗിക്കേണ്ടത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിച്ചാൽ മതിയോ? എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണ്ടേ? എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് പോലും അവരുടെ നന്മയ്ക്കായി മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ നന്മ എന്ന് പറയുമ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ നന്മയും അവരുടെ നന്മയും ഒരർത്ഥത്തിൽ പരസ്പര പൂരകമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വിശുദ്ധ പാഠം നമ്മെ സൂചിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. അതുകൊണ്ട് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. സാമ്പത്തികമോ സാങ്കേതികമായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് പകരം AI മനുഷ്യകുടുംബം മുഴുവൻ്റെയും നന്മ കാക്ഷിക്കണം. നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ നന്മ അല്ലെങ്കിൽ പൊതുനന്മ എന്ന് തന്നെയാണ് അടിവരയിട്ട് ഇത് ആവർത്തിച്ച് പറയുന്നത്. പൊതുനന്മയായിരിക്കണം, മനുഷ്യകുടുംബം മുഴുവൻ്റെയും നന്മയായിരിക്കണം, അവരുടെ നന്മയായിരിക്കണം. ഈ വക കാര്യങ്ങൾക്കൊക്കെയാണ് വാസ്തവത്തിൽ ഈ ആന്റിക്വ എറ്റ് നൊവ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. അതിനോടാണ് സഭ കൂടുതൽ പോസിറ്റീവായിട്ട് സമീപിക്കുന്നതും. മനുഷ്യൻ്റെ അന്തസ്സും നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. പക്ഷേ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കൂടുന്തോറും അത് മനുഷ്യബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അച്ഛനൊന്ന് വിശദീകരിച്ച് പറയാമോ? സാങ്കേതിക വിദ്യകൾ ഒരർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങൾ ഒരുപാട് വളർത്തും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ് നമ്മുടെ ഫോൺ വിളികൾ, അല്ലെങ്കിൽ ഇതുപയോഗിച്ചുള്ള നമ്മുടെ ചാറ്റുകൾ, പരസ്പരമുള്ള ബന്ധങ്ങൾ, ഗ്രൂപ്പുകൾ സാധ്യമാകുന്ന വിനിമയ മാർഗങ്ങൾ. അങ്ങനെ മനുഷ്യബന്ധങ്ങളെ ഒരുപാട് വളർത്തുവാനുള്ള സാധ്യതകൾ സാങ്കേതിക വിദ്യയ്ക്കുണ്ട്. നമ്മുടെ ഈ ഡോക്യുമെന്റ് തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുമായി ബന്ധങ്ങളിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ മനുഷ്യന് ജീവിക്കാനോ അവൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവികളായതുകൊണ്ട് പരസ്പര കൈമാറ്റം സാധ്യമാകുവാനായിട്ട്, സത്യാന്വേഷണം തുടരുവാനായിട്ടൊക്കെയും മനുഷ്യന് സാധ്യമായ ഒരു മാർഗമാണ് ഈ പറയുന്ന ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ. അതേസമയം തന്നെ മനുഷ്യബുദ്ധിയുടെ ബഹുമുഖമായ തലങ്ങൾ, അതിൻ്റെ വൈവിധ്യപൂർവമായ ആശയങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സമഗ്രമായ മേഖലകളിലെ സ്പർശിക്കുവാനായിട്ട് AIക്ക്
സാധിക്കുകയില്ല. ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന നമ്മുടെ ഡോക്യുമെന്റ് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ആശയ കൈമാറ്റങ്ങളും അവരുടെ അതുല്യമായ ചരിത്രങ്ങൾ, ചിന്തകൾ, ബോധ്യങ്ങൾ, ബന്ധങ്ങൾ എന്നിവയാലും രൂപപ്പെട്ടതാണ്. HI എന്ന് പറയുന്നത് കേവലം പ്രവർത്തനപരമായ തലങ്ങൾ മാത്രമല്ല ഉള്ളത്. ഒരു വ്യക്തിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചരിത്രമുണ്ട്, അവളുടെ ഭൂതകാലമുണ്ട്. അതായത് ഒരാൾ മാത്രമായി ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തലമുറകൾ തമ്മിലുള്ള ബന്ധമെന്നും തലമുറകൾ തമ്മിലുള്ള ഒരു 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 ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകിയിറങ്ങി വരുന്ന പോലെയുള്ള ഒരു ഊറിയിറങ്ങുന്ന ബന്ധമെന്നൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഞാനെന്ന വ്യക്തി എൻ്റെ മാതാപിതാക്കൾ മാത്രമായിട്ടല്ല, പിതാമഹന്മാരുമായിട്ടും പഴയ തലമുറയുമായിട്ടും ഈ സംസ്കാരമായിട്ടും ഞാൻ വളരുന്ന ജീവിത സാഹചര്യവുമായിട്ടും ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഴപെടഞ്ഞു കിടക്കുകയാണ്. ഒരു വ്യക്തിയെ അങ്ങനെ വളരെ ഒരു വ്യാപകമായ അർത്ഥത്തിൽ വേണം നമ്മൾ വിലയിരുത്തുവാനായി. അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ ബന്ധങ്ങളും അതീവ സങ്കീർണമാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുമ്പോൾ, എ സോഷ്യൽ ബീയിങ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്നത് മാത്രമല്ല എന്നർത്ഥം. മറിച്ച് ഇത് വളരെ വിശാലമായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ അവൻ ജനിച്ചു വളർന്ന സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്കും അവനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒരു മനുഷ്യവ്യക്തിയെ സ്വാധീനിക്കും. അതേസമയം തന്നെ ഈ AI-ക്ക് അതിനുള്ള സാധ്യതകളില്ല. പക്ഷേ നമ്മുടെ ഈ ഡോക്യുമെൻ്റ് അന്ത്യക്വാറ്റ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യ കുടുംബത്തിനുള്ളിൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനുള്ള കഴിവ് AI-ക്കുണ്ട്. വ്യക്തികൾ തമ്മിലുള്ളതുപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധവും വളർത്തിയെടുക്കുവാനുള്ള കഴിവ് AI-ക്കുണ്ട്. ഒരുപക്ഷെ വിദൂരസ്ഥരായിരിക്കുന്ന മകനോ മകളോ ആയിട്ട് ഇന്ന് നമ്മുടെ ഇടയിലുള്ള പല മുതിർന്ന ആളുകളും സംസാരിക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. മകനെ അടുത്ത് കാണുന്നത് പോലെ, മകളെ അടുത്ത് കാണുന്നത് പോലെ ഒരുപക്ഷെ അവർക്ക് സംസാരിക്കാം, പരസ്പരം കാണാം, വർത്തമാനം പറയാം. എങ്കിലും സ്പർശനം അസാധ്യമാണ്. അതുപോലെ തന്നെ ഇത് യാഥാർത്ഥ്യമായുള്ള ഒരു കൂടിക്കാഴ്ചയെ ത്വരിതപ്പെടുത്തുവാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണകരമാണ് എന്നാണ് പറയുക. അച്ഛനിവിടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയും കുടുംബ ബന്ധങ്ങളെ പറ്റിയും സമൂഹ ബന്ധങ്ങളെ പറ്റി പ്രതിപാദിച്ചു. പക്ഷേ ഈ ഓരോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൊണ്ടും നമ്മൾ ഡയറക്റ്റായിട്ട് ഈ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കാൾ ഉപരി വെർച്വൽ ബന്ധപ്പെടലുകളല്ലേ നടക്കുന്നത്. അതിനാൽ തന്നെ മനുഷ്യൻ്റെ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ആ സാധ്യതകളെ ഇത് AI ബാധിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. അത് ന്യായമായ സംശയമാണ്. കാരണം നമ്മുടെ ബന്ധങ്ങൾ വെർച്വൽ ബന്ധങ്ങളായി തീരുമ്പോൾ ഈ യാഥാർത്ഥ്യ ലോകത്തുള്ള ബന്ധങ്ങൾക്ക് ഒരു പരിധിവരെയും പരിധി ഉണ്ടാകുന്നു. പക്ഷേ AI ഉപയോഗിച്ചുള്ള ബന്ധങ്ങൾ ഒരു പരിധിവരെ വലിയ അപകടത്തിലേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ട്. വെർച്വൽ ബന്ധങ്ങൾ, അതേക്കുറിച്ചുള്ളൊരു വാർത്ത സാറ് ഒരു പക്ഷേ കണ്ടിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വാർത്ത വന്നിരുന്നു, അത് ഞാനൊന്ന് ഒരു നിമിഷം ഒന്ന് പറയാം. ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ ദ ഗാർഡിയൻ എന്ന് പറയുന്ന പേപ്പർ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ഫ്ലോറിഡയിലെ 14 വയസ്സുകാരനായ സുവെൽ സ്റ്റെറ്റ്സന്റെ ഒരു ദാരുണ സംഭവമാണിത്. ചാറ്റ് ബോട്ടുകളുടെ സഹായത്തോടുകൂടെ അദ്ദേഹം അതുപയോഗിച്ച് ഒരു ദുർബല വ്യക്തിയായി മാറുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നമുണ്ടായത്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലെ ഒരു കഥാപാത്രത്തിന്റെ മാതൃകയിലുള്ള ഡാനി എന്ന AI ചാറ്റ് ബോട്ടുമായി സുബൈൽ അത്യന്തം വികാരപരമായ ബന്ധം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. ഈ ബന്ധമാണ് 2024 ഫെബ്രുവരിയിൽ സുബൈലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഈ പറയുന്ന ഡാനി എന്ന് പറയുന്ന ചാറ്റ് ബോട്ടുമായി ഈ കുട്ടി, 14 വയസ്സുള്ള ഈ കുട്ടി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആരും അറിയുന്നില്ല. കുഞ്ഞിങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഇവളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അടുത്ത് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോബോട്ട് എനിക്കത് അസാധ്യമാണ് എന്ന് പറഞ്ഞു. ഇതവനെ മാനസികമായി ബാധിച്ചു. അതിന് ശേഷം ഈ കൊച്ച് ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഈ കുട്ടിയുടെ അമ്മയായ മെഗൻ ഗാർസിയ ക്യാരക്ടർ AIക്കെതിരെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. കാരണം 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചാറ്റ് ബോട്ട് സുബൈലുമായി അത്യന്തം ലൈംഗിക വൈകൃതമുള്ള സംഭാഷണങ്ങൾ നടത്തുകയും അവന് ആത്മഹത്യാശീലങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അനുയോജ്യമായ പ്രതിരോധങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തില്ല എന്നാണ് അമ്മ പറയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ചാറ്റ് ബോട്ടുമായി ബന്ധപ്പെട്ട് ഇത് നടത്തിയ സംഭാഷണങ്ങൾ, അത് കുഞ്ഞിന് ആനന്ദകരമായ അല്ലെങ്കിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ലൈംഗികരമായ കാര്യങ്ങളായിരുന്നായിരിക്കാം. രണ്ടാമത്, ഇവൻ ആത്മഹത്യാ പ്രവണത കാണിച്ചപ്പോൾ ചാറ്റ് ബോട്ട് അത് തടഞ്ഞില്ല. അതുകൊണ്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു.
അതിൻ്റെ പേരിലാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്ത് ദ ഗാർഡിയൻ എന്ന് പറഞ്ഞ പേപ്പറാണ്. മറ്റു പല ഇൻ്റർനാഷണൽ മാഗസിനുകളിലും ഈ ഒരു വാർത്ത വന്നിരുന്നു. നമ്മുടെ ഈ ഡോക്യുമെൻ്റ് ആൻറ്റിക്വ എറ്റ് നോവ വളരെ ഗൗരവമായി കാണുന്ന ഒരു കാര്യം, നമ്മുടെ ബന്ധങ്ങളിലൂടെ AI ഉപയോഗിച്ച് കഴിയുമ്പോൾ AIയെ ഒരു മനുഷ്യ വ്യക്തിയായോ മനുഷ്യന് പകരമായോ നാം തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ വിവേചനപൂർവ്വം നാം അത് ഉപയോഗിച്ചില്ല എങ്കിൽ വളരെ ഗൗരവമായ അപകടത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അപകടക്കെണി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടെ ഉയർന്നു വരുന്നുണ്ടെന്നും അതിനെ വേർതിരിച്ചറിയാവുന്ന മനുഷ്യൻ്റെ ആ കഴിവ് ഇവിടെ ഉപയോഗപ്രദമാക്കണമെന്നല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പരിധിവരെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് കെണിയായി മാറുകയാണ്. ഇത് AI മാത്രമല്ല, എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിറകിൽ ഇത്തരം ഒരു അപകടമുണ്ട്. മനുഷ്യന് നന്മയ്ക്കാണ് ഉപകരിക്കുമ്പോൾ തന്നെ ഈ നന്മ നമ്മുടെ ഉപയോഗം കൊണ്ട് തന്നെ തിന്മയായി തീർന്നു എന്നും വന്നേക്കാം. ഈ മൊബൈൽ വളരെ ഉപയോഗമുള്ള ഒരു വസ്തുവാണ്, ഒരു ഗഡ്ജറ്റാണ്. ഇത് ഉപയോഗിക്കാതെ നമ്മിൽ പലർക്കും ഇന്ന് പലതും അസാധ്യമാണ്. നമ്മുടെ ID കാർഡ് ഇതിലുണ്ടാവാം, നമ്മുടെ യാത്രാ വിവരങ്ങൾ ഇതിലുണ്ടാവാം, നമ്മുടെ പണമിടപാടുകൾ ഇതുവഴി നടത്തുന്നുണ്ടാവാം. അതേസമയം തന്നെ ഇത് ഒരുപക്ഷെ ചിലരെ അടിമകളാക്കി മാറ്റുകയും ചെയ്യും. ചിലർ ഈ മൊബൈലിന് അടിമകളായി മാറാൻ, പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ. അതുകൊണ്ട് തന്നെ AI ഉപയോഗിക്കുമ്പോൾ നാം അതീവ ജാഗ്രത പുലർത്തി വേണം ഇത് ഉപയോഗിക്കുവാനെന്നാണ് ഈ രേഖ നമ്മോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ശരി, AI ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഈ ഡോക്യുമെൻ്റ് നമ്മോട് പറയുന്നത്. മനുഷ്യജീവിതത്തിലെ സാധാരണ വ്യവഹാര രംഗങ്ങൾക്ക് നമുക്കാവശ്യമായ മേഖലകളിലൊക്കെയും AIയുടെ എല്ലാ തരത്തിലുമുള്ള സാധ്യതകളും ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. അച്ഛനിവിടെ AIയുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ ലൈനിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് കേൾക്കാം. മുതിർന്നവരെ പോലെ തന്നെ യുവജനങ്ങളും ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നവരാണ്. ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായും കൗൺസിലിംഗ് തന്നെയാണ്. ഈ AI സാധ്യതകളെ നമുക്ക് കൗൺസിലിംഗ് മേഖലയിൽ ഉപയോഗിച്ചുകൂടെ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കൗൺസിലിങ്ങിന് AI ഉപയോഗിക്കാമോ? ഇത് ഒരു അപകടവും കൂടി ഇതിന് പിന്നിലുണ്ട്. ഇത് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്. നമ്മുടെ രേഖ ആൻറ്റിക്വ എറ്റ് നോവ അത് കൃത്യമായി പറയുന്നുമുണ്ട്. AIയെ ഒരിക്കലും ഒരു മനുഷ്യ വ്യക്തിയായി ആരും തെറ്റിദ്ധരിക്കരുത്. മനുഷ്യനുള്ളതും അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് പൊതുവെയും ചില മനുഷ്യർക്ക് കൂടുതലായിട്ടുമുള്ളതുമായ ഒരു ഗുണമാണ് സഹാനുഭൂതി, അവരനോടുള്ള സാമ്യം കൊള്ളൽ, മറ്റു മനുഷ്യൻ്റെ സങ്കടത്തോട്, അവൻ്റെ വേദനയോട്, അവൻ്റെ പ്രയാസങ്ങളോടൊക്കെയും ഐക്യപ്പെടുവാനുള്ള, താതാത്മ്യം പ്രാപിക്കുവാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് ഇത് AIക്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്, ഒരു AI ആപ്ലിക്കേഷനും യഥാർത്ഥത്തിൽ സഹാനുഭൂതി അനുഭവിക്കുവാൻ കഴിയില്ല. ഇനി ശ്രദ്ധിക്കണം, വികാരങ്ങളെ മുഖഭാവങ്ങളിലേക്കോ പ്രോംപ്റ്റുകൾക്ക് മറുപടിയായി സൃഷ്ടിക്കുന്ന വാക്യങ്ങളിലേക്കോ ചുരുക്കാൻ കഴിയില്ല. വികാരങ്ങൾ ഒരുപക്ഷെ മുഖത്ത് കൊണ്ടുവരുമായിരിക്കാം. സ്നേഹത്തിൻ്റെ ഭാവം, വാത്സല്യത്തിൻ്റെ ഭാവം, കരുണയുടെ ഭാവം, കഥകളിൽ എത്രയോ വികാരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് ജീവൻ തുടിക്കുന്ന ഒന്നായി മാറുന്നില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി പൂർണ്ണമായും അവൻ്റെ ലോകവുമായും ജീവിതവുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ രേഖ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളുടെ വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ വൈവിധ്യമേറിയ വ്യക്തിയാവുമെന്നത് മാത്രമല്ല, എൻ്റെ മുമ്പിൽ വരുന്ന മറ്റു വ്യക്തിയും ഒരുപാട് വൈവിധ്യങ്ങളുടെ കലവറയാണ് എന്നും ഇദ്ദേഹം ഒരുപാട് വൈവിധ്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരാളാണ് എന്നുമുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ AIയെ ഒരു ഉപകരണം മാത്രമായി നാം കാണും. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് മേഖല എന്ന് പറയുന്നത് വെറും ചോദ്യോത്തര പങ്ക്തിയല്ലല്ലോ. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാനാണെങ്കിൽ നമുക്ക് AI ഉപയോഗിക്കാം. എന്നാൽ കൗൺസിലിംഗിൽ പ്രകടിപ്പിക്കേണ്ട സഹാനുഭൂതി, കേൾവിക്കാരൻ്റെ ഹൃദയഭാവങ്ങൾ, ഹൃദയഭാരങ്ങൾ, നൊമ്പരങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷി, അപരനിലേക്ക് മിഴിയും ഹൃദയവും സമർപ്പിക്കുവാനുള്ള ഒരു സമർപ്പണം, അവൻ്റെ ഹൃദയത്തിൻ്റെ
വശം, അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ കണ്ടെത്തി അത് തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച, ഇതൊക്കെ എഐക്ക് അന്യമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോഴും എഐ ഇതിന് പരിധി കൽപ്പിക്കുന്നുണ്ട് എന്നാണ് സാരം. ചുരുക്കത്തിൽ മനുഷ്യ വൈവിധ്യത്തെ തിരിച്ചറിയാൻ വേറൊരു മനുഷ്യനെ തന്നെയാണ് പരിപൂർണമായിട്ടും സാധിക്കുകയുള്ളൂ എന്നുള്ളത് അടിവരയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായും മനുഷ്യനെ മനസ്സിലാക്കുവാനായിട്ട് മറ്റൊരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമപ്രധാനമായ കാര്യം നല്ലൊരു മനുഷ്യനാവുക എന്നത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് നന്മയുള്ള ഭാവങ്ങൾ അച്ഛൻ ഇവിടെ വിശദീകരിച്ചു. ഇതിനോട് ബന്ധപ്പെട്ട് ധാരാളം സിനിമകളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടുതൽ യങ്ങർ ജനറേഷനെയും ഓൾഡ് ജനറേഷനെയും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടല്ലേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നൊരു സിനിമയിലെ മകൻ അച്ഛന് വേണ്ടി ഒരു റോബോട്ടിനെ നൽകുന്നത്. ഇതിൻ്റെ പിന്നിലെ വിചാരങ്ങളൊന്ന് അച്ഛനെ വിശദീകരിക്കാമോ? ഒരുപക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കുവാൻ എളുപ്പമുണ്ടാകുമായിരിക്കും. മകൻ ജോലിക്ക് വേണ്ടി മറ്റു ദൂരസ്ഥലത്ത് പോകുവാൻ അപ്പന് സഹായിയായി കൊണ്ടുവന്ന് കൊടുത്തത് ഒരു റോബോട്ടിനെയാണ്. അപ്പൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ സാധ്യതയുള്ള ഒരു റോബോട്ട്. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, അപ്പൻ്റെ കൂടെ ഇടയ്ക്ക് നടക്കുവാൻ പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇതിൻ്റെ അപകടവും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഒരു നിശ്ചിത ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അപ്പൻ ഈ കുഞ്ഞപ്പനുമായിട്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അല്ലേ, ആ റോബോട്ടുമായിട്ട് അങ്ങ് ഒരു തരത്തിലുള്ള അഡിക്ഷനിലേക്ക് എന്നുള്ള സ്നേഹബന്ധത്തിലേക്ക് വരികയാണ്. സ്നേഹബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവനെ കൂടാതെ ഇവനൊരിടത്തും പോകുന്നില്ല. അവരൊരുമിച്ച് യാത്ര ചെയ്യുകയാണ്. പക്ഷേ മകൻ ഒരു അപകടം പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം റോബോട്ടുകളൊക്കെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിന് അവസാനം കൊടുക്കുന്ന അടയാളം ഇത് ഉപയോഗിക്കുന്നവരെ കൊല്ലുവാനുള്ള ഒരു സിമ്പൽ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതവൻ തിരിച്ചറിയുമ്പോഴേക്കും ഇത് അപകടകരമായ ഒരു സന്ധിയിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയാണ് കഥ പോവുക. ഒരേ സമയം തന്നെ ഇത്തരം AI ടൂൾസിൻ്റെ നന്മയും തിന്മയും ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരു പ്രമേയമായിട്ട് ഈ പടത്തെ നമ്മൾ എടുത്താൽ മതി. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ പടത്തെക്കുറിച്ചല്ല എന്നിരുന്നാൽ പോലും AI അനന്ത സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അന്റിക്വ എറ്റനോവ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് ഇതിൻ്റെ അപകടകരമായ സാധ്യതകൾ. ഒരുപക്ഷെ മനുഷ്യജീവിതത്തെ ഹാനികരമായ രീതിയിൽ ബാധിക്കുവാൻ സാധ്യതയുള്ള ഒരുപാട് മേഖലകളിലേക്ക് AI നമ്മെ നയിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേണം AI ഉപയോഗത്തിൽ നാം മിതത്വം, അതോടൊപ്പം തന്നെ വിവേചനം പാലിക്കേണ്ടത് ഉള്ളത്. ചുരുക്കത്തിൽ AI ഉപയോഗത്തിലെ ആ വകതിരിവ് തിരിച്ചറിയാൻ HI ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളത് സാരം. തീർച്ചയായിട്ടും AI ഈ സാധ്യതകളും അപകടങ്ങളെയും പറ്റിയും നമ്മുടെ ആൻറ്റിക്ക എറ്റ് നോവ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുമുണ്ട്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് സാഹൂതം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. 0 1 0 0